കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനൊന്നും കണ്ടില്ല കേട്ടോ. കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനടി കണ്ണു കുത്തിയിരിക്കുന്നത്? കാണാതിരിക്കാൻ വേണ്ടിട്ടാ. നീ കണ്ണു തുറന്നോ, ഇവിടെ കാണാൻ പാടില്ലാത്തൊന്നുമില്ല. അല്ല, മോളെന്തിനാ വന്നേ? ഊണ് കഴിച്ചിട്ടേ പോകാവൂന്ന് വിഷ്ണു ഏട്ടനോട് പറയാൻ പറഞ്ഞു അമ്മ. കമലാണല്ലോ. ആ പറടാ. ആശാനെ, കുടുംബശ്രീ ഹോട്ടലിനടുത്ത് CCTV വെച്ചിട്ടുണ്ടോ സത്യമ്മ? ആശ ശാരദാമ്മയുടെ വീട്ടിലുണ്ടെന്ന് സത്യമ്മയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശാൻ അവിടെ വെച്ച് സത്യാമ്മ കണ്ടാൽ അത് ഏട്ടത്തേമ്മയ്ക്ക് ദോഷമാവുന്നേ. മനസ്സിലായി. നീ ഫോൺ വെച്ചോ. പിന്നെ ഊണ് കഴിക്കലൊക്കെ പിന്നീട് ഒരിക്കലാവാം. മരുമനായിട്ടല്ലെങ്കിലും ഒരുപാട് ഉണ്ടിട്ടില്ലല്ലോ ഇവിടുന്ന്. പിന്നെ എനിക്കിപ്പോ പോണം ശാലിനി. ഞാൻ വരാം. ഇപ്പൊ പോയേ പറ്റൂ. പിന്നെ ശാരദാമ്മയോട് പറഞ്ഞേക്കെ. പോയിട്ട് വരേ. ഞാൻ വിലക്കിയാലും വിഷ്ണു ശാലിനിയെ കാണാൻ പോവല്ലേ. അവള് ജീവനോടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സമാധാനം കിട്ടില്ല. അവളെ എന്നേക്കുമായി ഒന്ന് ഒഴിവാക്കി കിട്ടാൻ എന്താ ഒരു വഴി? സത്യാമ്മയോ? ഹലോ, സത്യാമ്മ ശാലിനിയാ? എന്നെ തന്നെ വിളിച്ചതാണോ അതോ വേറെ ആരെങ്കിലും വിളിച്ചപ്പോ അബദ്ധത്തില് എന്റെ ഫോണിലേക്ക് കോള് വന്നതാണോ? വിളിച്ചത് നിന്നെ തന്നെയാ. സത്യഭാമയ്ക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല ശാലിനി. പറ്റിയത് ഒരേ ഒരു അബദ്ധമാ. നിനക്ക് നിലവിളക്ക് തന്ന് എന്റെ വീട്ടിലേക്ക് സ്വീകരിച്ചത്. ഈ ഡയലോഗ് പറഞ്ഞത് ഏതായാലും നന്നായി. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സത്യാമ്മയുടെ ഫോൺ എടുത്ത് മിമിക്രി നടത്തുകയാണോ എന്ന് സംശയിച്ചെന്നെ ഞാൻ. ഇപ്പൊ സത്യാമ്മയാണെന്ന് ഉറപ്പായി, അതും ഫുൾ ഫോമില്. സത്യഭാമയുടെ ഫുൾ ഫോം നീ ഇതുവരെ കണ്ടിട്ടില്ല. അത് നിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ വിളിച്ചത്. എന്താ സത്യാമ്മേ, കാര്യം പറയൂ. നാളെ നമുക്ക് നേരിട്ടൊന്ന് കാണണം. കാണാലോ.
സമയവും സ്ഥലവും ഞാൻ നിശ്ചയിക്കും. നിശ്ചയിച്ചോളൂ. സ്ഥലം ആൽത്തറ അമ്പലം. സമയം രാവിലെ കൃത്യം 11:30. ശരി, ആയിക്കോട്ടെ. മറക്കണ്ട. പിന്നെ വേറൊരു കാര്യം, ഇത് മറ്റാരും അറിയണ്ട. ഇത് നമ്മൾ തമ്മിൽ മാത്രമുള്ള ഇടപാടാ. ശരി, ഞാൻ ഫോൺ വെക്കുക. അപ്പോ നാളെ രാവിലെ 11:30 ആൽത്തറ അമ്പലം. അവളുടെ ഒരു പരിഹാസം. നമ്മൾ തമ്മിലുള്ള ഫുൾ സെറ്റിൽമെന്റ് നാളെയാ ശാലിനി. എന്താ ബാങ്കിലേക്കാ? അല്ല മോളെ. പിന്നെന്തിനാ ഇത്രയും പണോ ആഭരണമൊക്കെ? ടെൻഡർ വല്ലതും നടക്കുന്നുണ്ടോ? ഒരു കണക്കിന് ഇതൊരു ടെൻഡർ തന്നെയാ. സത്യഭാമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഡർ. മനസ്സിലായില്ല ആന്റി. ഷൂവിനുള്ളിൽ ഒരു കല്ല് പെട്ടാൽ അതിട്ട് നടക്കാൻ വലിയ പാടാ നമുക്ക്. അതെടുത്ത് കളയണം. ഏതാനും മാസം മുമ്പ് സത്യഭാമയുടെ കണ്ണിലൊരു കരട് പെട്ടു. കഴുകിക്കളയാൻ കഴിയാതെ അത് കണ്ണി കിടന്ന് കലങ്ങി. അതെന്നേക്കുമായിട്ട് അങ്ങ് ഒഴിവാക്കാൻ പോവാ ഞാൻ. അല്ല, കരടെന്ന് പറഞ്ഞ ശാലിനിയുടെ കാര്യമാണോ ആന്റി ഉദ്ദേശിച്ചേ? അതെ, അവള് തന്നെ. ഈ പണോ ആഭരണമൊക്കെ കൊടുത്ത് അവളെ ഒഴിവാക്കാൻ പോവാണോ ആന്റി? അതെ മോളെ. പണം അറിഞ്ഞ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്. ഒരു തീത്തിൽ കണ്ണി ഈ വീടിന്റെ മേൽ പടർന്ന് പന്തലിച്ചപ്പോഴും ആന്റി അത് ഓർമ്മിച്ചില്ല. ആന്റി, ഇതെത്രയാ? എണ്ണീട്ടില്ല. കുറെ നോട്ടും ആഭരണവും കൊടുത്ത് ഞാൻ തിരിച്ചു പിടിക്കാൻ പോകുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാ. അമ്മ ഇന്ന് നെഞ്ചിൽ പച്ചകുത്തിയ എന്റെ മകനെ, എന്റെ വിഷ്ണുവിനെ. ആന്റി, അവളത് വാങ്ങുമോ ആന്റി? അവളല്ല, ഏതൊരാളും വാങ്ങും. അത്രയും പണമുണ്ട് ഈ പെട്ടിക്കകത്ത്. പണത്തിന് മീതെ പറക്കാൻ കഴിവുള്ള ഒരു പരുന്തിനെയും സൃഷ്ടിച്ചിട്ടില്ല ഇനിയും പടച്ചവൻ. ബെസ്റ്റ് വിഷസ് ആന്റി.
സത്യാമ്മ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. ഇത് കണ്ടോ? കണ്ടിട്ടുണ്ടോ നീ ഇത്രയും പണവും ആഭരണങ്ങളും? ചായക്കട നടത്തി ജീവിക്കണ്ട നിന്റെ അമ്മയ്ക്ക്. നീ അടക്കമുള്ള 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുണ്ട് ഇതിൽ. ഇത് എനിക്ക് തരാൻ കൊണ്ടുവന്നതാണോ? തീർച്ചയായും. ഇത് വാങ്ങിച്ചൊഴിഞ്ഞു പൊയ്ക്കോളണം നീ എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന്. ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നിട്ടുള്ളതാ സത്യാമ്മേ. ഇത് കണ്ടോ? 500-ന്റെ നോട്ടല്ലേടി ഇത്? ഇതേ സത്യഭാമയുടെ ലോക്കറിനുള്ളിൽ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന കണ്ട നിന്റെ കണ്ണ് തള്ളിപ്പോവും. അതിന്റെ കാര്യമല്ല സത്യാമ്മേ ഞാൻ പറഞ്ഞത്. ആയിരക്കണക്കിന് നോട്ടുകൾ അട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ലോക്കറിൽ. അതിൽ ഒരെണ്ണം ഇതുപോലുള്ള ഒന്നുണ്ടോ? ഈ 500 രൂപ ഞാൻ എടുത്തോണ്ട് വന്നത് എന്റെ അമ്മയുടെ ചായക്കടയിലെ പണപ്പെട്ടിക്കുള്ളിൽ നിന്നാ. സത്യാമ്മ പറഞ്ഞതുപോലെ 100 കണക്കിന് നോട്ടുകളൊന്നും വീഴില്ല അതില്. ഒരു ദിവസത്തെ കച്ചവടം കഴിഞ്ഞു നോക്കുമ്പോ ഇതുപോലൊരു നോട്ട് മാത്രമായിരിക്കും ലാഭം. പക്ഷേ ഇതിന്റെ വിലയൊന്നും വേറെയാ സത്യാമ്മേ. ഒരു കുടുംബവും കൂട്ടത്തിലുള്ളവരെയും പുലർത്തണമെന്നുള്ള സത്യമുണ്ട് ഇതില്. ഒരമ്മയുടെ കണ്ണീരും വിയർപ്പും ഉണ്ട്. ഇതിനൊപ്പം എത്തില്ല ലോക്കറിലോ പണപ്പെട്ടിയിലോ നിങ്ങൾ കൂട്ടിവെക്കുന്നതൊന്നും. ഇത് ഞാൻ കൊണ്ടുവന്നതേ നിങ്ങൾ പെട്രോൾ അടിച്ച് തിരിച്ചു പോവാൻ വേണ്ടിട്ടാ. ഇത് വാങ്ങിച്ചിട്ട് തിരിച്ചു പോ സത്യാമ്മേ. അത്രയ്ക്ക് ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ടടി നിനക്ക്. ഓവർ കോൺഫിഡൻസ് അല്ല, അഭിമാനബോധം. ആ അഭിമാനബോധം ഉള്ളവളാണോടി മറ്റൊരുത്തന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടോണ്ട് എന്റെ മുന്നിൽ വന്നൊന്ന് കുരയ്ക്കുന്നത്? മറ്റൊരുത്തന്റെ കുഞ്ഞിനെയോ? എന്റെ മകൻ പറഞ്ഞു അവൻ നിന്റെ കൈവിരൽ തുമ്പിൽ പോലും തൊട്ടിട്ടില്ലെന്ന്. എന്നിട്ട് നിനക്ക് ഗർഭവും അല്ലേ? സത്യാമ്മേ, ഞാൻ സത്യാമ്മയ്ക്കോ കുടുംബത്തിനോ എന്തെങ്കിലും കുഴപ്പം വരുത്താൻ നോക്കിയിട്ടില്ല. സത്യാമ്മയുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാ ഞാൻ. നിർത്ത. എന്റെ കുടുംബത്തിന് വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്തേന്നാണോ പറയുന്നത്? എങ്കിൽ നീ നാളെ വൈകിട്ട് സീതാ മൗണ്ടിലെ കാളിക്ഷേത്രത്തിലേക്ക് വാ. അവിടെ വെച്ച് വിശ്വസിക്കാം ഞാൻ നിന്നെ. ഉണ്ടാവണം നീ അവിടെ. സീതാ മൗണ്ടിലെ കാളിക്ഷേത്രം. ശാലിനി എന്ന് പറയുന്ന വിപത്തിപ്പോ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. പണം കൊടുത്ത ആ ചായക്കടക്കാരിയുടെ മകൾ കമിഴ് നടിച്ചു വീഴും.
എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് സുസ്മിതേ. കാത്തിരുന്ന് കയ്യെത്തി പിടിക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. ആരംഭത്തേനിമ്പത്തൂ മിന്നൽ കൊള്ളുന്നേ, മാറത്തൊരു ഹാലത്തിൻ പീലിക്കെട്ടഴിയുന്നേ, ആലക്കുട മേഘക്കുട ആകാശം നിറയുന്നേ, ജാറം മുത്താനന്ദ പാൽ വെള്ളി നിലാവൊളിയേ. ഇവിടെ ചങ്ങലക്കിടാറായെന്ന് തോന്നുന്നു. അങ്കിൾ, ഒരു ലഡു എടുക്ക്. എന്നെ കൊല്ലാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ നീ? എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിയാനെ ഞാൻ പഞ്ചസാര പാനി കൊടുത്ത് കൊന്നേനെ. നീ എന്താ ആലോചിക്കുന്നത്? സോറി അങ്കിൾ. അല്ല, പ്രീതിക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ, ഒരെണ്ണം എടുക്ക. എനിക്ക് ജ്യൂസാ സുസ്മിത ഇഷ്ടം. പപ്പായോ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവാ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി. വേണ്ടെങ്കി വേണ്ട. ഹലോ, വിഷ്ണുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? വാ, ഒരു ലഡു എടുക്ക്. വരാൻ. ആരംഭത്തേനിമ്പത്തൂ മിന്നൽ കൊള്ളുന്നേ. മിന്നലല്ല, നീ എന്റെ കയ്യിന്നാ കൊള്ളാൻ പോകുന്നേ. ചൂടാവല്ലേ വിഷ്ണുവേട്ടാ. ലഡു എടുക്ക്, ഞാൻ ഉണ്ടാക്കിയതാ. അതന്നെ കുഴപ്പം. ഒന്ന് പറയുന്നു, നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലേ ഉറപ്പായിട്ട് അതിൽ വിഷം പൊരുന്നു. കാൽനകം മുതൽ മുടി വരെ വിഷമല്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം അതെനിക്ക് ഏശില്ല. ഇന്ന് എനിക്ക് ആഘോഷിക്കാനുള്ള ദിവസാ. ആന്റി ഒന്നിങ്ങ് വന്നോട്ടെ. പൊടി പൂരാവും. പിന്നെ പൊടി പൂരം. വന്നല്ലോ ഭാമാൻറ്റി, 100 ഐസ. ആന്റി, ദാ ലഡു കഴിക്ക്. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ ഭാമാൻറ്റി. നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്ത് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട ആന്റി, പ്ലീസ്. വേണ്ടതല്ലടി പറഞ്ഞത്.